പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഒരു ദേശത്തെ ഭരണാധികാരികൾക്ക് ആ ദേശത്തോടും ആ ദേശവാസികളോടും സ്നേഹവും കടപ്പാടും കമ്മിറ്റ്മെൻറ്റും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരിക്കും ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടാവുക എന്നത് അടിസ്ഥാനപരമായ യോഗ്യതയാണ്. ഭരണാധികാരികൾക്ക് തങ്ങളുടെ പാർട്ടിയോടും തങ്ങളുടെ കുടുംബത്തോടും അതിനേക്കാൾ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളോടും മാത്രം പ്രതിബദ്ധത ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും, പിണറായി വിജയൻ എന്നത് PR വിജയൻ എന്ന് പറയേണ്ട അവസ്ഥയിലാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ നോർത്ത് ഇന്ത്യയിലെ ചെന്നായ്ക്കൾക്ക് കടിച്ചു കയറാൻ വേണ്ടി കൊത്തി നുറുക്കി അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുകയല്ലേ ഇപ്പോൾ ഈ PR വിജയൻ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ കാലം മുതൽ അദ്ദേഹം പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനും സ്വന്തം വരുതിയിൽ നിർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന എമ്പാടും ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതപര്യന്തമുള്ള ജീവിതത്തിൽ കാണാൻ കഴിയും. ഞാൻ കഴിഞ്ഞ എൻ്റെ പല വീഡിയോകളിലും നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ രാഷ്ട്രീയ നേതാവ് എന്നാണ് പരിചയപ്പെടുത്താറുള്ളത്. ആ പരിചയപ്പെടുത്തുന്നത് സത്യം തന്നെയാണ് എന്ന്, അല്ലെങ്കിൽ അത് അച്ചട്ടാണ് എന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുൻപിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ മറികടന്നുകൊണ്ട് സ്വന്തം ഇംഗിതങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തം നിലപാടുകൾ, സ്വന്തം കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ചില ആളുകൾ അദ്ദേഹത്തെ തിരുത്താൻ വേണ്ടി ഒരു ഐക്കൺ മുന്നോട്ട് വെച്ചതായിരുന്നു യഥാർത്ഥത്തിൽ ഈ PV അൻവർ എന്ന് പറയുന്നത്. അത് കത്തിക്കയറിയപ്പോൾ PV അൻവറിനെ നിലക്ക് നിർത്തേണ്ട രീതി അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും PV അൻവർ ഉയർത്തിവിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. PV അൻവർ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് പോയാലും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഇനി മിണ്ടാതിരുന്നാലും, ഇനി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിച്ചാലും ഈ പ്രശ്നത്തിൽ നിന്നും ഊരാൻ കഴിയാത്തത്ര വലിയ കുരുക്കിലാണ് മുഖ്യമന്ത്രി പെട്ടിരിക്കുന്നത്. അൻവറിന് ശേഷം ഇപ്പോൾ ഇത് പാർട്ടി തന്നെ ഏറ്റെടുത്തതിൻ്റെ സൂചനകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ തന്ത്രവും അത് അദ്ദേഹത്തിന് തന്നെ കൂടുതൽ ഊരാക്കുടുക്കായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഊരാക്കുടുക്കായാലും കാട് കുലുങ്ങിയാലും കേളൻ കുലുങ്ങൂല, അങ്ങനെ എന്തോ ഒരു പഴമൊഴി ഉണ്ടല്ലോ. എന്ന പഴമൊഴിയെ ദ്യോതിപ്പിക്കുമാറ് എന്ത് തന്നെ സംഭവിച്ചാലും തൻ്റെ ആ ഹുങ്കിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ഗർവിൽ നിന്ന് അല്പം പോലും താഴോട്ടിറങ്ങാൻ തയ്യാറല്ലാത്ത മുഖ്യമന്ത്രിയെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് വെക്കുകയും എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തുകയുമാണ് ഇപ്പോൾ പാർട്ടി അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. അതിന് അദ്ദേഹം തയ്യാറാകാതെ വർഗീയ കാർഡ് ഇറക്കി കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വർഗീയ കാർഡ് ഇറക്കി അത് ക്ലിക്കാകുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിൽ നിന്നും പിൻവലിയാൻ അദ്ദേഹം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമം കൂടുതൽ പരിഹാസ്യമാവുക എന്നതല്ലാതെ അദ്ദേഹം അങ്ങനെ ഇസ്ലാമോഫോബിക് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു വസ്തുതയും മുൻപിലില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം ഇസ്ലാമോഫോബിയ തരാതരം ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്കെമ്പാടും കാണാൻ കഴിയും. വിദ്വേഷ ഹെയ്റ്റ്യൂബറായ ഷാജൻ സക്കറിയയെ സംരക്ഷിക്കുന്നത് മുതൽ അദ്ദേഹം ഏറ്റവും വലിയ ഇസ്ലാമോഫോബിക്കായ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതെല്ലാം അത്
PR ടീം എഴുതി കൊടുത്തത് മാത്രമല്ല, അത് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായമാണ് എന്നത് ശരിവെക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് PR ഏജൻസി എഴുതി കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ ആരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാനോ അതിന് പാർട്ടിക്കാർക്കെങ്കിലും തൃപ്തികരമാകുന്ന ഉത്തരം നൽകാനോ കഴിയാതെ പിണറായി വിജയൻ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ കേരളത്തോട് ചെയ്തിട്ടുള്ള അക്ഷന്തവ്യമായ അപരാധം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം തീവ്രവാദികൾ സ്വർണ്ണക്കടത്ത് നടത്തി, ഹവാല പണം നടത്തി, രാജ്യവിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഇല്ലാത്ത ആരോപണം. അത് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ പ്രൊഫൈലുകൾക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ ഒരു സോളിഡ് എവിഡൻസായി, ഒരു വലിയ സംഗതിയായി, അവർക്കൊരു വലിയ സമ്മാനം കിട്ടിയതുപോലെ അത് അവർക്ക് വച്ച് നീട്ടുകയാണ് പിണറായി വിജയൻ താൻ അകപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളമാകുന്ന നമ്മുടെ സുന്ദര സുരഭിലമായ സംസ്ഥാനത്തെ കൊത്തി നുറുക്കി ഉത്തരേന്ത്യൻ ചെന്നായ്ക്കൾക്ക് കടിച്ചു കീറാൻ പാകത്തിൽ പരുവപ്പെടുത്തി അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ആഘാതം, ഇതുകൊണ്ട് കേരളത്തിനുണ്ടാകാൻ പോകുന്ന ദോഷം എത്ര ദൂരവ്യാപകമായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. ഇനി അങ്ങനെ ചിന്തിച്ചാലും അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭരണാധികാരികൾക്ക് താൻ ഭരിക്കുന്ന പ്രദേശത്തോട്, അവിടുത്തെ നിവാസികളോട്, അവിടുത്തെ പൗരന്മാരോട് ഒക്കെ സ്നേഹവും കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഭരണാധികാരികൾക്ക് നാടിനോടോ നാട്ടിലെ ജനങ്ങളോടോ ഇത്തരത്തിലുള്ള യാതൊരു സോഫ്റ്റ് കോർണറുകളും ഇല്ല എന്ന ദുരന്തമാണ്. ഇത്തരക്കാരെ അധികാര സ്ഥാനത്ത് നിന്നും മാറ്റി ഇതിന്റെ ഏതെങ്കിലും ഒരു അംശമുള്ള ആളുകളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ബാധ്യത ജനാധിപത്യത്തിലെ സർവാധികാരികളായ ജനങ്ങൾക്കാണുള്ളത്. അതിന് ജനം തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.